സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് തുടങ്ങുകയാണ്. ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ. നന്നായി പരീക്ഷ എഴുതുക. SSLCക്കാർക്ക് ആദ്യമായി പൊതുപരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് അങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക. പ്രൈമറി ക്ലാസ് മുതൽ നിങ്ങൾ എത്ര പരീക്ഷകൾ എഴുതിയവരാണ്? വർഷങ്ങളായി പരീക്ഷ എഴുതുന്നതിൻ്റെ ആ വലിയ അനുഭവ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നേ. ധൈര്യമായി തന്നെ പരീക്ഷാ ഹാളിലേക്ക് കടക്കുക. മനസാന്നിധ്യത്തോടെ എഴുതി തുടങ്ങുമ്പോൾ എല്ലാം എളുപ്പമായി മാറും. രക്ഷിതാക്കൾ ഈ പരീക്ഷാ സമയത്ത് അനാവശ്യമായ ഉത്കണ്ഠയുടെ ഫാക്ടറികളാകാതിരിക്കണം കേട്ടോ. പകരം കുട്ടികൾക്ക് സ്വസ്ഥതയും ആത്മവിശ്വാസവും നൽകുന്ന ഊർജ്ജ കേന്ദ്രങ്ങളായി മാറുക. പരീക്ഷയെന്നാൽ ഒരു ഭീകര പരീക്ഷണമാണെന്ന സങ്കല്പം ഒഴിവാക്കും. കുട്ടികൾ അവരുടെ കഴിവിനനുസരിച്ച് അങ്ങ് പരീക്ഷ എഴുതട്ടെ. നല്ല മാർക്കും ഗ്രേഡുമായി വിജയത്തോടെ അവർ തിരിച്ചെത്തുമെന്നേ. ഓർമ്മിക്കുക, ഒരു അക്കാദമിക് പരീക്ഷ എന്നത് ഒരാളുടെ മൂല്യത്തിൻ്റെ, മഹത്വത്തിൻ്റെ, അയാളുടെ ജീവിത വിജയത്തിൻ്റെ ഒന്നും പരിശോധനയേ അല്ല. അത് ഒരാളുടെ തയ്യാറെടുപ്പിൻ്റെ മാത്രം പരിശോധനയാണ്. പനി പിടിച്ച് കടന്നുപോയ ഒരു കുട്ടിക്ക് A ഗ്രേഡ് കിട്ടാത്തത് കൊണ്ട് ആ കുട്ടി മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളുള്ള ഒരു വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ അല്പം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് B ഗ്രേഡ് ആയിപ്പോയാൽ ആ കുട്ടി മോശമാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ലെന്നേ.